ഞാനും എത്തി ആദിയോഗിയുടെ അടുത്ത്. ആദിയോഗി ഇഷ സെൻറ്ററിലേക്ക് ഞാനും എത്തി. ഞാൻ ലൈറ്റ് കാണാനാണ് എത്തിയേക്കുന്നത്. അപ്പോൾ ലൈറ്റ് കാണാത്തവരെല്ലാവരും ആദിയോഗി ലൈറ്റ് കാണണം. വേറെ ഒന്നും ഞാൻ എടുത്തിട്ടില്ല, ലൈറ്റ് മാത്രമാണ് എടുത്തേക്കുന്നത്. അപ്പോൾ വേറെ വീഡിയോ ഞാൻ പിന്നീട് ഇടുന്നതായിരിക്കും. ലൈറ്റ് തുടങ്ങി. അപ്പോൾ ലൈറ്റ് ആദിയോഗി ലൈറ്റ് കാണാത്തവർ ശ്രദ്ധയായിട്ട് കാണണം. തുടക്കം തൊട്ട് അവസാനം വരെയുണ്ട്. വേറെ ഒന്നും ഞാൻ എടുത്തിട്ടില്ല, ലൈറ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ. എല്ലാവരും ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾ എൻ്റെ സൗണ്ട് കുറച്ച് വെക്കുക. എൻ്റെ സൗണ്ട് കുറച്ച് വെച്ചിട്ട് നിങ്ങൾ ലൈറ്റ് കാണേണ്ടതാണ്. അത്രയും നമ്മൾ ഭഗവാന്റെ അടുത്ത് ലയിച്ച് പോകുമെന്ന് പറയത്തില്ല, അതാണ് ഇവിടെ ലയിച്ച് ഞാൻ പോയേക്കുവാണ്. എനിക്ക് ഫോൺ പിടിക്കണോ, വീഡിയോ എടുക്കണോ, എനിക്ക് കാണണോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല. പ്രത്യേകിച്ചും ഇപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ തന്നെ ഇപ്പോൾ വീട്ടിൽ വന്നിട്ട് എത്ര പ്രാവശ്യം കണ്ടെന്നറിയത്തില്ലേ. ശരിക്കും ഭഗവാൻ നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുക എന്ന് പറയത്തില്ല, ആ ഒരു അവസ്ഥയാണ് നമ്മൾ. തീർച്ചയായിട്ടും നമ്മൾ ക്ഷേത്രങ്ങളിലൊക്കെ പോകുന്നതാണ്. അപ്പം നമ്മുടെ ആദിയോഗി ലൈറ്റ് കാണാൻ പറ്റാത്തവർ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അപ്പം ഞാൻ തന്നെ ആദിയോഗിയുടെ അടുത്ത് വന്നിട്ട് ലൈറ്റ് കാണാൻ പറ്റാണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വന്നിട്ട് ലൈറ്റ് 7 മണി എന്നാണ് ടൈം കൊടുത്തേക്കുന്നത്. പക്ഷെ ഞങ്ങൾ നിന്ന് കറക്റ്റ് 7:30 ആയപ്പോഴാണ് തുടങ്ങിയത്. നല്ല ജനത്തിരക്കുണ്ടായിരുന്നു, ജനത്തിരക്ക് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഫോൺ ഉപയോഗിക്കരുത്, ശ്രദ്ധയോടെ കേൾക്കണം എന്നാണ് അവർ പറയുന്നത്. പക്ഷെ നമുക്ക് ഫോൺ പിടിക്കാണ്ടിരിക്കാൻ പറ്റത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ബാക്കിലോട്ട് വന്നിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. തുടക്കം തൊട്ട് അവസാനം വരെയുണ്ട്. എല്ലാം ഞാൻ പറഞ്ഞില്ല, എൻ്റെ സൗണ്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ സൗണ്ട് കുറച്ച് വെക്കുക. ആദിയോഗി കാണുക, ലൈറ്റ് കാണുക. നമ്മുടെ ശിവൻ്റെ താണ്ഡവം എന്താ പറയുന്നത്, നമ്മുടെ ശിവൻ്റെ എല്ലാ കഥയും ഈ ലൈറ്റിലുണ്ടെന്നേ ഉള്ളൂ. ലൈറ്റിലുണ്ട്, ഒന്നും പറയാനില്ല, വാക്കുകളില്ല. നമ്മുടെ ശിവൻ്റെ കഥ ഈ ഒരു എന്താ പറയുക, മാക്സിമം ഒരു 15-16 മിനിറ്റാണ് ഈ ലൈറ്റ്. അപ്പോൾ ഈ 16 മിനിറ്റിലും ഈ ലൈറ്റിൻ്റെ അകത്തുണ്ട് എല്ലാ ശിവൻ്റെ എല്ലാ കഥകളും. ലൈറ്റ് കാണാൻ പറ്റാത്തവർ മിസ് ചെയ്ത് കുറേ ആൾക്കാർ പോയിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ തീർച്ചയായും ഒന്നോടെ വരണം. സന്ധ്യ നേരത്ത് വന്നാൽ മതി. 7 മണി എന്നാണ് ടൈം എഴുതി വെച്ചേക്കുന്നത്. അപ്പോൾ 7:30ക്കാണ് തുടങ്ങുന്നത്. ഞങ്ങൾ കറക്റ്റ് 7:30ക്കാണ് ഞങ്ങൾ കണ്ടത്. ഞങ്ങളിപ്പോൾ പോയതേ ഉള്ളൂ. ഈ വീഡിയോ ഇടുന്ന അന്ന് തന്നെയാണ് ഞങ്ങളും പോയിട്ട് വന്നേക്കുന്നത്. അപ്പം എല്ലാവരും തീർച്ചയായിട്ടും കാണണം. അപ്പോൾ ഇത് മാത്രമല്ല, ലൈറ്റ് ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞ പോലെ എൻ്റെ സൗണ്ട് ഓഫ് ചെയ്ത് വെച്ചിട്ട് ലൈറ്റ് കാണാം, ശ്രദ്ധയോടെ കാണാം. നമുക്ക് കാണേണ്ട ഒരു കാഴ്ച തന്നെയാട്ടോ. നമ്മൾ എത്രയോ മൂവി കാണണം, അവിടെ പോകണം ഇവിടെ പോകണം, ഈ ലൈറ്റിൽ നമ്മുടെ ശിവതാണ്ഡവം കാണുന്നുണ്ടോ, നമുക്ക് പറയാൻ വാക്കുകളില്ല. ഭഗവാനെ ഒരുപാട് സ്നേഹിക്കുന്നവർ ഉറപ്പായിട്ട് ഈ ലൈറ്റ് ഫുള്ളും എൻ്റെ സൗണ്ട് കുറച്ച് വെച്ചിട്ടാണെങ്കിലും നിങ്ങൾ കാണേണ്ടതാണ്. കാരണം ഞാൻ പറയുമ്പം നിങ്ങൾക്ക് അത് കാണാൻ വേണ്ടിയിട്ടുള്ള ശ്രദ്ധ കാണത്തില്ല. അപ്പം ഈ സൗണ്ട് കുറച്ച് വെച്ചിട്ട് നിങ്ങൾ ഉറപ്പായിട്ടും ലൈറ്റ് കാണണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. കാരണം എനിക്ക് നമുക്ക് പറയാൻ വാക്കുകളില്ല, എന്താ ഞാൻ പറയേണ്ടത് എനിക്ക് തന്നെ അറിയത്തില്ല. ശിവൻ്റെ അടുത്ത് കുറച്ച്, പിന്നെ നമ്മുടെ ശിവൻ്റെ കുറച്ച് ബാക്കിൽ, ഒരു 2 കിലോമീറ്റർ ബാക്കിൽ നമ്മുടെ ഒരു ആശ്രമമുണ്ട്. ശിവൻ്റെ തന്നെ ഒരു ആശ്രമമുണ്ട്. അവിടെ മൊബൈൽ അലോഡല്ല. ഞങ്ങൾ പോയിട്ട് മൊബൈൽ അലോഡല്ലായിരുന്നു. അപ്പോൾ നമുക്ക് അവിടുത്തെ വീഡിയോയും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. പക്ഷെ അതൊക്കെയാണ് പോവേണ്ടത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയൊക്കെ കാണണം. ആശ്രമത്തിൽ കയറാത്തവർ ആശ്രമത്തിൽ ഉറപ്പായിട്ടും കാണണം. അപ്പം മൊബൈൽ അലോഡ് അല്ല എന്നുള്ളൂ. നമുക്ക് നടന്നു പോകാനുള്ള ദൂരമുള്ളൂ, 2 കിലോമീറ്റർ കാണുമായിരിക്കും. പിന്നെ നമുക്ക് പ്രത്യേകിച്ച് ആദിയോഗിയുടെ അടുത്ത് വരുന്നതിന് വലിയ ചിലവൊന്നുമില്ല. നമുക്ക് കാറിലാണ് നമ്മൾ പറഞ്ഞെങ്കിൽ കാർ പാർക്കിംഗ് ഫീസ് ഒരു 30 രൂപ മാത്രമേ ഉള്ളൂ. വേറെ ഒരു ഫീസും വേണ്ട. അത് എന്താ പറയുന്നത്, പ്രത്യേകിച്ചൊന്നും ഇല്ല അവിടെ. നമ്മുടെ ആദിയോഗി ലൈറ്റാണ് അവിടെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ ഒരു 112 അടി നീളത്തിലാണ് എന്താ പറയുന്നത് ഇത് ശില്പം വന്നേക്കുന്നത്. അപ്പം ഇതേ കണ്ടോ, നമുക്ക് എന്താ പറയുന്നത്, നമ്മുടെ സർപ്പം പാമ്പ് ഇഴഞ്ഞു പോണത് കണ്ടോ. ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോയിട്ടാണെങ്കിലും ഈ ശ്രദ്ധയോടെ കാണാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സൗണ്ട് ഓഫ് ചെയ്ത് വെച്ചിട്ടാണെങ്കിലും സൗണ്ട് കുറച്ച് വെച്ചിട്ടാണെങ്കിലും ഈ ലൈറ്റ് തന്നെ ഫോണിൽ നോക്കി നിൽക്കുക. അപ്പം നമുക്കറിയാൻ പറ്റും നമ്മളെ എന്താണ് കാണുന്നത്, ഇതെന്താണെന്ന് നമുക്കറിയാൻ പറ്റും. ഈ ഫോണിൽ തന്നെ നമ്മൾ ഇത്രയും കാണുന്നുണ്ടെങ്കിൽ നമ്മളവിടെ പോകുമ്പോൾ എന്തായിരിക്കുമല്ലോ നമ്മുടെ അവസ്ഥ. അപ്പോൾ കുറച്ച് മുന്നേ പറഞ്ഞ പോലെ നമ്മുടെ ശിവൻ്റെ തന്നെ നമ്മുടെ അങ്ങോട്ട് ആശ്രമം കൂടെ പോകേണ്ടതാണ്. അവിടുത്തെ കാഴ്ചകൾ വളരെ കാണപ്പെട്ട കാഴ്ചകളാണ്. നമ്മുടെ വിദേശത്ത് നമ്മൾ സിനിമയിലൊക്കെ കാണാറില്ല ആശ്രമം എന്ന രീതിയിലാണ്. വലിയൊരു ആശ്രമമാണ്. അവിടെ കാണേണ്ട ഒരു കാഴ്ച തന്നെ ആട്ടാ നമ്മൾ.
നമുക്ക് വാക്കുകളില്ല എന്താ പറയേണ്ടതെന്ന്. ഈ ശിവൻ്റെ ഈ രൂപത്തിൽ തന്നെ ഇത്രയും ഒരു ഇതുണ്ടെങ്കിൽ അപ്പോൾ ആശ്രമത്തിലും കൂടെ കൂടിയിട്ട് എന്തോരം പ്രത്യേകതകൾ ഉണ്ട് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി. അത്ര ഇതായിട്ടാണ് വരുന്നത്. നമ്മൾ ഉറപ്പായിട്ട് ഇത് വരുന്നത് കോയമ്പത്തൂരാണ്. അപ്പം കോയമ്പത്തൂർ നമ്മുടെ ആദിയോഗിയുടെ അടുത്ത് വരാത്തവർ തീർച്ചയായിട്ടും വരണം. എന്താ പറഞ്ഞ ഈ ശില്പം എന്താ നമുക്ക് വാക്കുകളില്ല പറയാൻ. പെട്ടെന്ന് നോക്കുമ്പം തന്നെ ഉണ്ടല്ലോ നമ്മൾ ഒരു 5-6 കിലോമീറ്റർ അപ്പുറം തന്നെ നമുക്ക് നമ്മുടെ ശിവനെ കണ്ടു തുടങ്ങാം കേട്ടോ. നോക്കിക്കേ, ലൈറ്റ് കാണുമോ? ലൈറ്റും നമുക്ക് പറയാൻ പറ്റത്തില്ല. ശരിക്കും നമ്മുടെ മുന്നിൽ ശിവൻ വന്ന് എന്താ പറഞ്ഞ് പ്രതിഷ്ഠപ്പെടത്തില്ലേ എന്ന രീതിയായിട്ട് നമുക്ക് തോന്നത്തുള്ളൂ. അപ്പോൾ കുറേ പേര് ഇരുന്ന് വീഡിയോ എടുക്കുന്നുണ്ട്, ഇരുന്ന് കാണുന്നുണ്ട്. ബാക്കിൽ കുറേ പേര് എന്താ പറയുക വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പം താഴത്തോടെയൊക്കെ കാണുന്ന ഫോണാട്ടോ എല്ലാവരും. ഞാൻ എടുക്കുന്ന പോലെ തന്നെ എല്ലാവരും വീഡിയോ എടുക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് വീഡിയോ എടുക്കാൻ ശ്രദ്ധ പോകത്തില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്കത് കാണാനേ തോന്നുള്ളൂ. ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കാൻ ഫോൺ പിടിച്ചെങ്കിലും ഫോൺ ഏത് ദിക്കിൽ കൂടെയൊക്കെയാണ് പോയെന്ന് എനിക്ക് തന്നെ ഓർമ്മയില്ല. നമ്മൾ ശിവൻ്റെ അടുത്ത് നമ്മൾ എന്താ പറഞ്ഞ നമ്മളെ തന്നെ സമർപ്പിക്കുക എന്ന് പറയത്തില്ലേ എന്ന രീതിയാണ് നമ്മൾ അവിടെ. എന്താ പറയുക, വാക്കുകളില്ല മോനെ, വാക്കുകളില്ല. വരാത്തവർ തീർച്ചയായിട്ടും നമ്മുടെ ശിവൻ്റെ അടുത്ത് വരാം. നമ്മുടെ ആദിയോഗി എന്ന് പറഞ്ഞാൽ ആദിയോഗി തന്നെയാണ്. അത്രയ്ക്ക് വലിയ സെറ്റപ്പാണ്. എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? എൻ്റെ സൗണ്ടൊക്കെ പോട്ടെ, കുറച്ച് കേൾക്ക്, വീഡിയോ കാണ്. എന്താ പറയുന്നേ, എനിക്ക് പറയാൻ വാക്കുകളില്ല കേട്ടോ. പിന്നെ എന്തെങ്കിലുമൊക്കെ പറയേണ്ടതെന്ന് തന്നെ പറയുന്നതിന് അത്രയ്ക്ക് ഫേമസാണ്. ഞാൻ കുറച്ച് നേരം ഉണ്ടായിരുന്നിട്ട് ഞാനും നിങ്ങളുടെ ഒപ്പം ഇരുന്ന് വീഡിയോ കണ്ടാലോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. കണ്ടില്ലേ, നമ്മൾ ഈ ഒരേ സമയം തോറും ശിവൻ ഒരേ അവതാരങ്ങൾ എടുക്കുക എന്ന് പറയത്തില്ലേ എന്ന രീതിയിലാണ് ഇവിടെ അവതാരങ്ങൾ എടുത്തേക്കുന്നത്. അത്രയ്ക്ക് സെറ്റപ്പായിട്ട് ജനങ്ങളോ ചില്ലറ ജനങ്ങളൊന്നുമല്ല കേട്ടോ. അത്രയും വലിയ ആൾക്കൂട്ടമാണ് ഇവിടെ. ചില്ലറ എന്ന് വെച്ച് കഴിഞ്ഞാൽ സന്ധ്യ ആകുമ്പോഴത്തേക്കും ഉച്ച തൊട്ടേ ഇങ്ങനെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുക. നമുക്ക് നല്ലൊരു മൈതാനമല്ലേ, അപ്പം നമുക്ക് അടുത്തൊന്നും ഒരു മരമോ ഒരു തണലോ അങ്ങനെയില്ല. അപ്പോൾ 2-3 ഷെഡുണ്ട്, അവിടെ അമ്പലങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ചുറ്റുമൊക്കെ നമുക്ക് ഇരുന്നാലും നല്ല ചൂടുണ്ട്. ഉച്ച സമയമൊക്കെ നല്ല ചൂടുണ്ട്. അപ്പോൾ എല്ലാവരും മാക്സിമം സന്ധ്യ സമയത്ത് എത്തിയാൽ മതി. 7 മണിയെന്നുണ്ടെങ്കിലും കറക്റ്റ് 7:30ക്കാണ് തുടങ്ങുന്നത്. അപ്പോൾ ആ ടൈമും കൊണ്ട് എത്തിയാൽ മതി, ആരും പേടിക്കേണ്ടതില്ല. അപ്പം ഉച്ചയ്ക്ക് വന്ന് നമ്മൾ കണ്ടുപോകുന്നേക്കാളും നല്ലത് എവിടെയെങ്കിലുമൊക്കെ പോകാനുണ്ടെങ്കിൽ പോയിട്ട് ഏറ്റവും ലാസ്റ്റ് നമ്മുടെ ആദിയോഗിയുടെ അടുത്ത് വരുന്നതായിരിക്കും നല്ലത്. പക്ഷെ ഒരുപാട് ആൾക്കാർ ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞ പോലെ നമുക്ക് ലൈറ്റ് കാണാൻ പറ്റാണ്ട് ആദിയോഗീനെ കണ്ടു പോകുന്നവരുണ്ട്. അപ്പം അതൊന്നുമല്ല, നമ്മൾ സന്ധ്യ നേരത്ത് തന്നെ ടൈം നോക്കിയിട്ട് വരിക. പിന്നെ അതുമല്ല, ആദിയോഗിയുടെ ബാക്കിൽ തന്നെ ഒരു 2 കിലോമീറ്റർ അപ്പുറം തന്നെ ആശ്രമമുണ്ട്. ആ ആശ്രമം ശിവൻ്റെ തന്നെയാണ്, ശിവഭദ്ര തന്നെയാണ് ഇവിടെ. ശിവനെക്കുറിച്ച് നമുക്ക് എന്തൊക്കെ അറിയണോ അതൊക്കെ നമുക്ക് ആശ്രമത്തിൽ കയറി അറിയാം. ഞാനൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയിലൊക്കെയാണ് കണ്ടേക്കുന്നത് ശിവൻ്റെ ആശ്രമം. നമ്മൾ പറയുന്ന പോലെ ഇങ്ങനെ സായിപ്പ് മാതമ്മമാരൊക്കെ കൂടെ കൂടിയിട്ട് ഇങ്ങനെ നടക്കുന്നില്ലേ, അങ്ങനെയൊക്കെ നമ്മൾ പറയത്തില്ലേ, ഞാനങ്ങനെ കാണാറുണ്ട് കേട്ടോ. അപ്പം അതൊക്കെ നമുക്കവിടെ കാണാൻ പറ്റും. എല്ലാവരും വിദേശത്തുള്ള സ്വാമിജികൾ മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് എന്താ പറയുന്നത്, അവിടെ നമുക്കൊരു വേറൊരു ഫീലാണ്. നമുക്ക് ശിവൻ്റെ ഒരു ക്ഷേത്രമുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പോയി കിടന്ന് നമ്മൾ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് അങ്ങോട്ട് നമ്മളൊരു ഭയങ്കര നിശബ്ദതയായിട്ട് നമ്മൾ എന്താ പറയണ്ടേ. ശിവൻ്റെ ആശ്രമം എങ്ങനെയായിരിക്കുന്നതെന്ന് ആദിയോഗിയുടെ അടുത്ത് വരുന്നവർ ഉറപ്പായിട്ടും കുറേ പേർക്ക് അറിയത്തില്ല കേട്ടോ. ഇങ്ങനെ ബാക്കിൽ ഇന്നോല ആ ഒരു ആശ്രമം ഉള്ളത് ആർക്കും തന്നെ അറിയത്തില്ല. നമ്മൾ ആദിയോഗീനെ തന്നെ ഇത്രയും ഫേമസ് ആയിട്ട് ഇത്രയും ഇതായിട്ട് നമ്മൾ കാണുമ്പോൾ അതിൻ്റെ ബാക്കിലുള്ള ആശ്രമം എന്തോരം ഗെറ്റപ്പായിരിക്കും എന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. അത്രയ്ക്ക് സെറ്റപ്പാണ്. നമുക്ക് നമ്മളൊരു എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ നമ്മളൊരു അമ്പലത്തിൽ പോകത്തില്ലേ, സത്യം പറഞ്ഞാൽ നമ്മൾ എങ്ങോട്ടെങ്ങനെ പോകുന്നത്, ഗുരുവായൂർ, എന്താ പറയുക, കാശി, എന്തെങ്കിലും പറയുകയാണെങ്കിൽ അറിയത്തില്ല, ചോറ്റാനിക്കര, അങ്ങനെയൊന്നും അമ്പലത്തിലൊക്കെ പോകത്തില്ല. അതുപോലെ തന്നെയായിട്ട് ഇത് നിങ്ങൾ കണക്ക് കൂട്ടാവുള്ളൂ. അപ്പോൾ ഓരോരുത്തരൊക്കെ നമ്മുടെ ശില്പത്തിനെ കുറിച്ചൊക്കെ ഞാനിങ്ങനെ എടുത്തു നോക്കിയപ്പം ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഒരു ക്ഷേത്രമായിട്ട് കൂട്ടാണ്ട് ഈ രൂപം ഒരു ദൈവമാണ്. അപ്പം എല്ലായിടത്തും ഇന്നുപോലെ
ശില്പമല്ലേ ഇരിക്കുന്നത്, ആ ശില്പം തന്നെയാണ് ഇതൊന്നും കൂട്ടിയാൽ മതി. ഈ ലൈറ്റാണ് ഏറ്റവും മെയിനായിട്ട്. നോക്കിക്കേ, ഇത് നോക്ക്, നിങ്ങൾ ശരിക്കും നോക്കുക. എന്താ പറഞ്ഞേ, നമുക്ക് എന്തൊക്കെ വ്യത്യാസങ്ങൾ. ശിവൻ്റെ ഒരു സ്റ്റോറി തന്നെ, ശിവൻ്റെ ഫുൾ സ്റ്റോറി തന്നെ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്, ഈ ലൈറ്റിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഈ 15-16 മിനിറ്റാന്ന് തോന്നുന്നു, 15 മിനിറ്റാന്ന് തോന്നുന്നു. ഈ 15 മിനിറ്റിൻ്റെ അകത്ത് ഈ ലൈറ്റിലൂടെ തന്നെയാണ് നമുക്ക് ശിവൻ്റെ സ്റ്റോറി ഫുള്ളായിട്ട് നമുക്ക് അറിയിക്കാൻ പറ്റും. ശ്രദ്ധയോടെ കണ്ടിരുന്നാൽ മതി. ആ ശ്രദ്ധയോടെ കണ്ടിരുന്നാൽ നമുക്ക് ഫുള്ളായിട്ട് മനസ്സിലാവും. അപ്പം ഒരിക്കലും നമ്മൾ എന്താ പറയുന്നത്, ഫോണിൽ ഇതല്ലേന്ന് പറഞ്ഞിട്ട് ഒരിക്കലും മിസ് ചെയ്യരുത്. അത്രയ്ക്ക് നമ്മളൊരു കാണേണ്ട കാഴ്ച തന്നെയാണ് ഈ ആദിയോഗി ലൈറ്റ് എന്ന് പറയുന്ന ചില്ലറ സംഭവമല്ല കേട്ടോ, കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. ഒരുപാട് ആൾക്കാർ മിസ് ചെയ്ത് പോയിട്ടുണ്ട്, പകലൊക്കെ വന്നു പോയിട്ടുണ്ട്, ഞാനും പകൽ വന്നു പോയിട്ടുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം എന്തായാലും എനിക്ക് ലൈറ്റ് കാണണം എന്ന് പ്ലാൻ ചെയ്തിട്ടാണ് വന്നത്. ഞങ്ങളിപ്പം എന്താ പറഞ്ഞത്, എൻ്റെ ഫ്രണ്ട്സും ഞാനുമായിട്ട് ഊട്ടി ടൂറ് പോകുമ്പോൾ ഞാൻ പറഞ്ഞിട്ട് നമുക്ക് ആദിയോഗി ലൈറ്റ് കാണുന്നത്. അപ്പം അങ്ങനെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്തെന്ന് വെച്ചാൽ കുറേ നേരം വെയിറ്റ് ചെയ്ത് ഈ ലൈറ്റ് കാണാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മളിപ്പോൾ ദൂരേന്ന് വന്നവർക്കൊക്കെ ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് തന്നെ അവിടെ വാഷ്റൂമും കാര്യങ്ങളും എല്ലാം ഉണ്ട് അതിൻ്റെ ബാക്കിൽ. അപ്പം ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും എൻ്റെ ശ്രദ്ധ പോലെ ഞാൻ എൻ്റെ വാക്കുകളിൽ ഞാൻ പറയുമ്പോൾ ഞാൻ എല്ലാ സ്റ്റോറിയും കൂടിയാണ് ഈ പറയുന്നത്. അപ്പം നമ്മൾ ലൈറ്റ് കാണുന്നവർ എൻ്റെ സൗണ്ട് കുറച്ച് വെച്ചിട്ട് ലൈറ്റ് തന്നെ ശ്രദ്ധിച്ചാൽ മതി, വേറെ എവിടേക്ക് ശ്രദ്ധിക്കണ്ട കേട്ടോ. അപ്പോൾ ഉറപ്പായിട്ടും എന്താ പറയുക, കുറച്ച് മുന്നേ ഞാൻ 2-3 തവണ പറഞ്ഞ പോലെ നമ്മളൊരു ക്ഷേത്രത്തിൽ പോകുന്ന പോലെ തന്നെ വരുക, ആരാധിക്കുക, പ്രാർത്ഥിക്കുക. അത് തന്നെയാണ് എല്ലായിടത്തും ശില്പം തന്നെയാണ്, ആ ശില്പം തന്നെയാണ് ഇതും എന്ന് കണക്കൂട്ടിയാൽ മാത്രം മതി. ഒരു എന്താ പറയുന്നത്, നമ്മൾ ഇത് കാണുമ്പോൾ നമ്മൾ ഭക്തിയോടെ കണ്ടാൽ മതി. നമ്മൾ ഭക്തിയോടെ നോയമ്പെടുത്ത് കാണുന്നില്ലേ എന്ന രീതിയിൽ തന്നെ ഇത് കണ്ടു നോക്കിയേ, അത്രയ്ക്ക് ഇതാണ്. നമുക്കിവിടെ വരുന്നതിന് അങ്ങനെ നോയമ്പോ കാര്യങ്ങളോ അങ്ങനെയൊന്നും വേണ്ട. പക്ഷെ ഞാൻ പറഞ്ഞതാണ്, നമ്മളൊരു ക്ഷേത്രത്തിൽ പോകുന്ന ഒരു ഫീലില്ലേ, ആ ഒരു ഫീലാണ് ഈ ലൈറ്റ് കാണുമ്പോൾ. നമ്മൾ തരിച്ച് നിൽക്കാന്ന് പറയത്തില്ലേ, തരിച്ച് നിൽക്കാന്ന്, അതാണ് സംഭവം. നമ്മൾ തരിച്ച് നിന്ന് പോകും ഉറപ്പായിട്ടും. നമ്മൾ സ്റ്റാച്ചു ഇട്ട് ലൈറ്റ് കാണുമ്പോൾ ദൈവം വന്ന് നമ്മുടെ മുന്നിൽ പെട്ടെന്ന് നിന്നാൽ എങ്ങനെ ഇരിക്കും, അതേ അവസ്ഥയാണ് കേട്ടോ ഈ ലൈറ്റ് കാണുമ്പോൾ. ആദിയോഗി ലൈറ്റ് കാണുമ്പോൾ ദൈവം നമ്മുടെ മുന്നിൽ പ്രതിഷ്ഠപ്പെടുന്ന നിൽക്കുന്ന ഒരു ഫീലില്ലേ, അത് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി. അത് മാത്രം ആലോചിച്ച് നോക്കിയാൽ മതി. തീർച്ചയായിട്ടും ഉറപ്പായിട്ടും എന്താ പറയുന്നത്, 100% ആദിയോഗി ലൈറ്റ് ഉറപ്പായിട്ടും എല്ലാവരും വന്ന് കാണുക. ഇതാണ് നമ്മൾ കാണേണ്ട കാഴ്ച. പിന്നെ നമ്മൾ നേരത്തെ വന്നു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ സന്ധ്യ നേരത്തെ പറയുമ്പോൾ നമുക്ക് ലൈറ്റ് ചെയ്യണം. അപ്പോൾ ഒരു കാര്യം ചെയ്താൽ മതി, നമ്മളൊരു നേരത്തെ ഒരു ഉച്ച കഴിയുമ്പോഴത്തേക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ, അവിടെ ഒരു ഉച്ച കഴിയുമ്പോൾ എത്തിക്കഴിഞ്ഞാൽ നേരെ ആശ്രമത്തിലേക്ക് പോവാം. ആശ്രമത്തിലേക്ക് പോയിട്ട് ആശ്രമവും കണ്ടു കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് നമ്മുടെ ആദിയോഗിയുടെ അടുത്ത് വന്നാലും മതി. അങ്ങനെ ചെയ്താലും നമുക്ക് രണ്ടും കാണാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ നേരം വൈകി വരുമ്പോൾ നമുക്ക് ആശ്രമത്തിലേക്ക് പോകാൻ പറ്റത്തില്ല. നമ്മൾ ആദിയോഗി ലൈറ്റ് കാണാൻ വരുമ്പോൾ നമുക്ക് ആശ്രമത്തിലേക്ക് പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ നേരത്തെ വരെ ഒരു ഉച്ച സമയത്ത് ഇറങ്ങുക, ആശ്രമം കാണാൻ പോവുക. ആശ്രമം എല്ലാം കണ്ട് നമ്മൾ എന്താ പറയുക, കോഫിയൊക്കെ കുടിച്ച് അവിടെ നിന്ന് തന്നെ ആശ്രമത്തിന് അവിടെ ഷോപ്പുകളുണ്ട്. ഇവിടെ ആദിയോഗിയുടെ അടുത്ത് അങ്ങനെ ഷോപ്പുകളൊന്നുമില്ല. അപ്പോൾ ലാസ്റ്റ് വന്ന് കാണാം. എൻ്റെ ഈ ലൈറ്റ് ഞാൻ എടുത്തതും ഞാൻ പറഞ്ഞതും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ ഒന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ എന്താ പറഞ്ഞത്, എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. ഇത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാട്ടോ. അത്രയ്ക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ 10-17 മിനിറ്റ് ഒരു വശം തന്നെ നമ്മൾ ഫോൺ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ചില്ലറ കാര്യമല്ലല്ലോ. അപ്പം നമ്മൾ ആരാധിക്കുന്നു, അത്രയ്ക്ക് ഇഷ്ടമുണ്ട് കേട്ടോ. എന്നുവെച്ചാൽ ശില്പം എന്താ പറയാൻ വാക്കുകളില്ല. ആദിയോഗി ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാൻ വാക്കുകളില്ല. അപ്പോൾ തീർന്നു, അവസാന ഘട്ടമാണിത്. അപ്പം ഞാൻ ആദിയോഗി ലൈറ്റ് തുടക്കം തൊട്ട് ലാസ്റ്റ് വരെ എടുത്തിട്ടുണ്ട്. കാണാത്തവരും അത് മിസ് ചെയ്ത് പോയവരും, അവിടം വരെ വന്നിട്ട് ലൈറ്റ് കാണാതെ മിസ് ചെയ്ത് പോയവരും ഉറപ്പായിട്ടും കാണണം. കുറച്ച് മുന്നേ ഞാൻ പറഞ്ഞ പോലെ നേരത്തെ എത്തുന്നവർ നേരെ ആശ്രമത്തിൽ പോവുക. നമ്മുടെ ആദിയോഗിയുടെ ബാക്കിൽ തന്നെയാണ്, ഒരു 2 കിലോമീറ്റർ അപ്പുറത്ത് തന്നെയാണ് ആശ്രമം. ആശ്രമത്തിലേക്ക് പോയതിന് ശേഷം സമയം കണക്കൂട്ടി ഒരു 7 ആകുമ്പോഴത്തേക്ക് എത്തിക്കും എല്ലാവരും. അപ്പം 7 പറഞ്ഞിട്ട് 7:30 തുടങ്ങിയത്. പക്ഷേ എന്നാലും നിങ്ങൾ ആ സമയത്ത് എത്തിയിട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് രണ്ടും കൂടെ കാണാൻ പറ്റും. അപ്പോൾ എല്ലാവരും എന്നെ ഞാൻ എടുത്ത വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം.